ദിസ് ബ്യൂട്ടിഫുൾ വേൾഡിലേക്ക് സ്വാഗതം. ഇത് മേഘാലയ, മേഘങ്ങളുടെ വീട്, നോർത്ത് ഈസ്റ്റിലെ അതിസുന്ദരമായ സംസ്ഥാനം. മേഘാലയയിലെ പല ഗ്രാമങ്ങളിലും ഇതുപോലെ അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള കുളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കുളമാണ്. നിങ്ങൾ വിചാരിച്ചത് ശരിയാണ്, ഇതിൻ്റെ അകത്ത് മീനാണ് വളർത്തുന്നത്. പക്ഷേ മീൻ വളർത്തുന്നതിന് ഇത്ര സുന്ദരമായിട്ട് ചുറ്റും കെട്ടിയിട്ടുള്ള കുളത്തിൻ്റെ ആവശ്യം എന്താണ്? എന്താണ് ഈ കുളത്തിൻ്റെ സവിശേഷത? ഇത് വെറുമൊരു മീൻ കുളമല്ല, കണ്ടാൽ തന്നെ അറിയാം. ഇതൊരു സ്റ്റേഡിയമാണ്. അതെ, ഇതൊരു ഫിഷിംഗ് സ്റ്റേഡിയമാണ്. എല്ലാ വർഷവും നവംബർ-ഡിസംബർ മാസത്തിൽ ഇവിടെ ആനുവൽ ഫിഷിംഗ് കോമ്പറ്റീഷൻസ് നടത്തി വരുന്നു. ഇതുപോലെയുള്ള അനേകം കുളങ്ങളുണ്ട് മേഘാലയയിൽ. ഇനി നമുക്ക് ഒരു ഫിഷിംഗ് കോമ്പറ്റീഷൻ കാണാം. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ റെക്കോർഡ് ചെയ്തതാണ്. ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഗ്രാമീണ ഫെസ്റ്റിവൽ, അതാണ് ആനുവൽ ഫിഷിംഗ് കോമ്പറ്റീഷൻ. ആളുകൾ കുളത്തിന് ചുറ്റും തിങ്ങിയിരുന്ന് അവരുടെ ചൂണ്ട വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ മീൻ പിടിക്കുന്ന ആൾക്കാണ് സമ്മാനം. ഒരു വർഷം മുമ്പ് കുളത്തിലിട്ട മീൻ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വളർന്ന് വലിയ വലിപ്പം ഉണ്ടായിരിക്കും. ഒരു പ്രൈവറ്റ് കുളമാണിത്. അപ്പോൾ ഇതിന് എൻട്രി ഫീസ് ഉണ്ട്. 1000 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ഇത്രയധികം ആയിരക്കണക്കിന് ആൾക്കാരുള്ളപ്പം ആ ഫെസ്റ്റിവൽ നടത്തുന്ന സംഘാടകർക്കുള്ള വരുമാനം എത്രയായിരിക്കും? അതനുസരിച്ച് പ്രൈസുമാണ്. ഒന്നാം സമ്മാനം 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയൊക്കെയാണ്. ഇതാ ചൂണ്ടകൾ നമുക്ക് കാണാം. മൈക്കിൽ കൂടി എന്തോ വലിയ അനൗൺസ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. കാഴ്ചക്കാരായിട്ടും കുറേയധികം ആൾക്കാർ ചുറ്റും ഇരിപ്പുണ്ട്. ഒരു യാത്ര പോകുന്നതിന് ഇടയ്ക്കാണ് ഈ മത്സരം കാണാൻ ഇടയായത്. അതുകൊണ്ട് ഇതിൻ്റെ അവസാനം വരെ അവിടെ നിൽക്കാൻ സമയമില്ലായിരുന്നു. ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കണ്ട് അതിൻ്റെ ആ സെലിബ്രേഷനോ ആഘോഷങ്ങളോ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളെയോ ഇതൊന്നും കാണാൻ പറ്റിയില്ല. എപ്പോഴാണ് ഇത് അവസാനിക്കുക അതും അറിഞ്ഞുകൂടാ. വൈവിധ്യം നിറഞ്ഞ സംസ്ഥാനങ്ങൾ ഉള്ള നമ്മുടെ ഭാരതത്തിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്, പ്രത്യേകമായ ആഘോഷങ്ങളുണ്ട്, ട്രഡീഷൻസ് ഉണ്ട്. അതിലൊന്നാണ് മേഘാലയയിലെ ഫിഷിംഗ് കോമ്പറ്റീഷൻ, ആനുവൽ ഫിഷിംഗ് കോമ്പറ്റീഷൻസ്.
മറ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ഫിഷിംഗ് കോമ്പറ്റീഷൻസ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ഇത് എന്തിനുള്ള സ്റ്റേഡിയമാണെന്ന്. ഇതാണ് ഫിഷിംഗ് സ്റ്റേഡിയം. ഗുഡ് ബൈ.